ഹായ്, വെൽക്കം ബാക്ക് ടു പ്രവീൺ ലിജി വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടെ ഈ വയനാട് ജില്ലയിലേക്ക് ഇവിടുന്ന് ഒരു 10-80 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഞങ്ങളെ വീടിന്റെ അവിടുന്ന്. അപ്പൊ യാത്രയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിലുള്ള മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പല ഭാഗങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്. കണ്ണുണ്ട്, പിന്നെ നന്ദു, ലിജി, ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇപ്പൊ പോണത്. അപ്പം ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് പോകാന്ന് ഇരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചില്ല. രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചു, കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വണ്ടിയിലുണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസാണത്. രാമനാട്ടുകരന്ന് കണ്ണൂർ റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന ബൈപ്പാസാണ്. അപ്പോൾ ബൈപ്പാസിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ടൗണിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന റോഡ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ബൈപ്പാസിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം തിരക്കുണ്ട് ഇന്ന്. സാധാരണ ബൈപ്പാസിൽ ഫുൾ ടൈം തിരക്ക് തന്നെയാണ്. അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും പോകാൻ കഴിയില്ല. ഞങ്ങള് പന്തീരങ്കാവിന്ന് കുന്നമംഗലത്തേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ നമ്മള് ഹൈവേന്ന് ഷോർട്ട് കട്ട് വഴി പോവാണ് കേട്ടോ. നമ്മൾ കിലോമീറ്റർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് കിലോമീറ്റർ കൂടെ, അപ്പം സമയം കുറച്ച് വൈകിയും ചെയ്തു. അപ്പം പെട്ടെന്ന് എത്താലോ എന്ന് വെച്ചാൽ ഷോർട്ട് കട്ടിൽ പോകുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ല റോഡാണ്. നമ്മളെ വലതുഭാഗത്ത് കാണുന്നതാണ് കേട്ടോ കോഴിക്കോട് മിൽമേന്റെ ഫാക്ടറിയാണ് കേട്ടോ. മിൽമ പാലിന്റെ ഈ വലത്ത് ഭാഗത്ത് കാണുന്നുണ്ടോ പെരിങ്ങളം, കോഴിക്കോട് കുന്നമംഗലത്താണ് കേട്ടോ. ഇതാണ് മിൽമേന്റെ ഫാക്ടറി. അപ്പുറത്തേക്കുള്ള വഴി ഒരു അടിപൊളി തൂക്കുപാലല്ലേ? ലിജി നോക്ക്, രസമുണ്ടല്ലേ? നിനക്ക് അതിന് നല്ല ഞാൻ പറയാ ധൈര്യം ഇല്ലാത്ത ആള്. അതിന്റെ ധൈര്യം, അതിന് കയറുള്ള ധൈര്യം നിനക്ക് മാത്രമേ ഉള്ളൂ. അയ്യോ, ഞാനില്ല, എന്നെ തല കറങ്ങി ബോധം കേട്ട് എന്നെ എടുത്തോണ്ടി താമരശ്ശേരി എത്തിട്ടോ. നമ്മുടെ പപ്പു പറഞ്ഞില്ലേ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ താമരശ്ശേരി ടൗണാണ് ഇത്. ചെറിയ ടൗണാണ്. അതിലും കുറച്ച് ബസ് സ്റ്റാൻഡും കാര്യങ്ങളും കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാല് നമ്മള് വയനാട് ജില്ലയിലേക്ക് കടന്നു കേട്ടോ. ഇത് കോഴിക്കോട് ജില്ലയാ? ഇത് താമരശ്ശേരി കോഴിക്കോടില്ലേ? താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞിട്ടാ വയനാട് ജില്ല. അടിവാരം ചുരത്തിലേക്ക് ചുരം കയറി കഴിഞ്ഞാലാണ് ചുരം ടോപ്പിലെത്തണം അല്ലെ? ടോപ്പിലെത്തി കഴിഞ്ഞാലാണ് വയനാട് ജില്ലയാവുന്നത് കേട്ടോ. ചുരം കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം ഉള്ളത്. അപ്പൊ ഇതാണ് താമരശ്ശേരി ടൗണ്. നമ്മുടെ പപ്പു പറഞ്ഞ താമരശ്ശേരി ഇതാണ് കേട്ടോ. അങ്ങനെ ഒരു നീളങ്ങനെ ഉള്ള ഒരു അങ്ങാടിയാണ്. പിന്നെ ചതുരങ്കണി അങ്ങാടി കൈയടിച്ചു കൊടുത്താ ചതുരങ്ങനെയാണോ അങ്ങാടി ഉണ്ട്? അപ്പൊ കോഴിക്കോട് എങ്ങനെയുള്ളത്? നീളങ്ങനെയാ? ശരി, അങ്ങനെയൊന്നുമില്ലടോ. ഉദ്ദേശിച്ചത് എന്ന് വെച്ചാല് നമ്മുടെ ഹൈവേന്ന് മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങാടി നിൽക്കൂലേ ടൗണ്? നമ്മുടെ ഹൈവേയില് നിൽക്കുന്ന അതാണ് നീളങ്ങനെ എന്ന് പറഞ്ഞത്.
കേട്ടോ കൂട്ടുകാരെ, നിങ്ങളങ്ങനെ അങ്ങാടി. പിന്നെന്താ അങ്ങോട്ട് മാറിയിട്ടൊന്നും വേറെ പീടികകളൊന്നും ഇല്ല. ഈ റോഡിനോട് റോഡുമുള്ള കടയും ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ ടൗൺ എങ്ങനെയല്ല, നമ്മളിങ്ങനെ പരന്ന് നമ്മളെ കോഴിക്കോട് എന്ന് പറഞ്ഞ മാവ് റോഡ് അങ്ങനെ പല ഭാഗങ്ങളിൽ പരന്ന് കിടക്കല്ലേ സിറ്റി എന്ന് പറയുന്നത്. അതേമാതിരി അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കവി ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. പക്ഷെ ആ ലിജിക്ക് കത്തിയില്ല. കത്തലടക്കിയ ലിജി ഇന്ന് രാവിലെ കത്തലടക്കിണ്ടോ? അടിപൊളി. ജെസ്സി ഇത് കേൾക്കുമ്പോ അയ്യോ പ്രൈവേട്ടാ ഫോറസ്റ്റ് ആണല്ലോ അടുത്ത ഭാഗത്ത്. അയ്യോ വല്ലാത്തൊരു കോമഡി ആയിപ്പോയത്. നമ്മുടെ വയനാട് ജില്ലേനോട് അടുക്കും തോറും കാലാവസ്ഥയൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ചെറിയൊരു തണുപ്പ് ചൂടാണെങ്കിലും കൂടിയിട്ട് ഒരു ചെറിയ ഇളം ചൂടിലേക്ക് വന്നു. ഇനി ഇങ്ങനെ അടുക്കും തോറും കാലാവസ്ഥ മാറി മാറി ഇങ്ങനെ വരും. അല്ല എ സി ഇട്ടോണ്ട് മാത്രമല്ല, നമ്മള് വയനാട്ടിലെ കാലാവസ്ഥ പറഞ്ഞാല് നല്ല കാലാവസ്ഥയാണ് വയനാട്ടില്. ഒരു വെയിലിന്റെ ചൂടുണ്ടാവും, പക്ഷെ വെയിലിന്റെ സൂര്യപ്രകാശം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് തണുപ്പുണ്ടാവും. ആ വെയിലിന്റെ ആ ചൂടുണ്ടല്ലോ അത് നമുക്ക് എഫക്ട് ചെയ്യില്ല. വീട് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അവിടെയുള്ള വീട് തൂക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്ന് താമസിക്കും. വേണ്ട, നമുക്ക് ചക്രമുള്ള നമ്മള് വിദേശത്തൊക്കെ ഉണ്ട് അങ്ങനത്തെ കണ്ടെയ്നർ ടൈപ്പ് ചക്രം വെച്ചിട്ട് നമ്മള് ഇന്ന് ഒരു സ്ഥലത്ത് നാളെ ഒരു സ്ഥലത്ത് അപ്പം തന്നെ നമ്മളെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ അപ്പത്തി പഞ്ചായത്തിന്റെ ആൾക്കാർ വരും. ആരാ അവിടെ കൊണ്ടുവച്ച്? ഗൾഫിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കൊണ്ടുനടക്കുന്ന വിദേശത്തേക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുനടക്കുന്ന ഇങ്ങനെ പോർട്ടബിൾ ടൈപ്പ് പിന്നെ വീടുകളുണ്ട് ആൾക്കാർ താമസിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുനടക്കാം. പക്ഷെ പെർമനന്റ് ആയിട്ട് വർഷങ്ങളോളം ഒരു സ്ഥലത്ത് നിൽക്കരുത് കേട്ടോ. അതിങ്ങനെ അതങ്ങനെ ഒരു പെർമിഷൻ ഉള്ള സാധനമാണ്, വണ്ടിയാണ്. കണ്ടോ എന്താല്ലേ ഇത്? രണ്ട് സൈഡും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല പച്ചപ്പുള്ള നല്ല ഒരുപാട് എന്താ പറയാ റബ്ബറുണ്ട് സൈഡിലൊക്കെ. പിന്നെ കാപ്പിത്തോട്ടങ്ങള് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാണ്ടാവുക. ചുരത്തായില്ല. നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ഫുള്ള് കുജ്ജാണ്. ഫുള്ള് കുജ്ജാണ് ഇവിടെ ഫുള്ള് കുജ്ജാണ്. കഴുതച്ചക്കന്റെ തോട്ടം ഫുള്ള് തെറ്റി. കഴുതച്ചക്കന്റെ ജോട്ടം അല്ല ജാവല് നീയാണല്ലേ പറഞ്ഞത്. ഞാൻ അത് റിപ്പീറ്റ് ചെയ്തല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്താണ് നീ പറഞ്ഞത്. നീ അല്ല ചോദിച്ചത് കഴുതച്ചക്കന്റെ തോട്ടാണോന്ന്. ഞാൻ പറഞ്ഞു കഴുതച്ചക്കന്റെ തോട്ടല്ല, അത് വേറെ ഏതോ ചായന്റെ തോട്ടാണ്. ഒരു ഗംഭീര വളവ് ഉണ്ടോ? അമേസിംഗ് വളവ്. റബ്ബർ തോട്ടം. യെസ്, അതതിന്റെ പാവപ്പെട്ട കർഷകൻ. നമ്മള് കൽപ്പറ്റ എത്താറായി തോന്നുന്നു അല്ലേ? കൽപ്പറ്റയൊക്കെ ഫേമസ് ആണ്. എന്തിനാന്ന് ചോദിക്കുക. ഒരു വണ്ടി ഇടിച്ചു കിടക്കുന്നുണ്ടല്ലേ? അതൊക്കെ നമുക്ക് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ കാണാൻ പറ്റുള്ളത് അല്ലേ? വണ്ടി ഇടിച്ച് ഇനിയിപ്പൊ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവനവന്റെ വണ്ടി കൊണ്ടുപോയി ഇടിക്കുക. എന്നൊക്കെ ആരും ഒന്നും ഇടിക്കരുത് കേട്ടോ. വണ്ടി ഓടിക്കുമ്പോ നമ്മള് സൂക്ഷിച്ചു. തുഷാരഗിരി 18 കിലോമീറ്റർ ഓൺലി. ഒരു അടിപൊളി പള്ളിയൊക്കെ ഇല്ലിച്ച് നല്ല രസമുണ്ടേ. ഇവിടെ പിന്നെ ഈ വയനാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ പള്ളീന്റെ അവിടെ അടുത്ത് പൈസ കെട്ടിട്ടാ പോവാ. കണ്ടോ? നല്ല AC വെച്ച പള്ളി, അടിപൊളി പള്ളി. പണി കഴിഞ്ഞിരുന്നുണ്ട്. പുത്തം പുതിയ പള്ളിയാ.
അവിടെ യാത്ര പോകുന്ന വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് അവിടെ പള്ളിയിലെ പൈസ എന്താ പറയാ മണ്ണാരം ചാർത്തുന്ന മാതിരിയുള്ള നമ്മളെ മണ്ണാരം ഇടൂലേ എന്ന മാതിരി പൈസ അവിടെ കൊടുത്തു. പോകണ്ടല്ലോ, തിരിച്ച പോകുള്ളൂ ഒരു മറ്റവിടെ ഒറ്റയ്ക്ക് വരുന്നുണ്ട് ഏറ്റവും ബാക്കിൽ. താമരശ്ശേരി ചുരം, അതാണ് ചുരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നായില്ല. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചെവി അടയും. അപ്പൊ താമരശ്ശേരി ചുരം വളവ്, എയർപിൻ വളവ് 1. ഒമ്പത് എയർപിൻ വളവാണ്. ഇല്ല 9-ൽ 1 അത്. 22 മറ്റേ അവിടെ ഉള്ളത് എയർപിൻ ബെൻഡാണ് കേട്ടോ. നമ്പർ 1 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മള്. 1 വളരെ വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. 2 വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാനുള്ള വീതിയുള്ളൂ. വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ ഡ്രൈവ് ചെയ്യാൻ. നമ്മള് ഒരു മീഡിയം സ്പീഡിലേ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെ ഓവർടേക്ക് ചെയ്തൊന്നും അങ്ങനെ കയറി പോകാൻ പറ്റില്ല, ഒരുപാട് വളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ലോഡായിട്ട് പോകുന്ന ഹെവി നാഷണൽ പെർമിറ്റ് ലോറിക്കൊക്കെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് കൽപ്പറ്റയ്ക്ക് 26 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 26 കിലോമീറ്റർ ഉണ്ട് കൽപ്പറ്റയ്ക്ക്. നമ്മളാ നേരത്തെ പറഞ്ഞ റോഡ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വന്ന് ചേരുണ്ടാവും കേട്ടോ. വിജയ നമ്മള് തിരിഞ്ഞു കയറിയില്ലേ, അതാ തുഷാരഗിരി 5 കിലോമീറ്റർ ഇവിടെ ചെയ്ത് ബോർഡ് വെച്ചതാ. ഒരു വളവ് മിസ്സാവും. നമ്മൾ ആ റോഡിനും കൂടെ തിരിഞ്ഞില്ലേ. റോഡ് കുറച്ച് നന്നാക്കിയിട്ടുണ്ട് ഇപ്പൊ. കൊരങ്ങന്മാരവിടെ സൈഡിലൊക്കെ ഉച്ച ചാടിയല്ലോ. ശാന്തമായ സ്ഥലം. വളവ് ഇങ്ങനെ ഉണ്ടാവും. ഇത് കാണുന്നില്ല വളവ്, അതാണ് വളവ്. ഇവിടെ കൊരങ്ങന്മാരൊക്കെ ഇരിക്കാറുണ്ടായിരുന്നല്ലോ, ഒന്നും കാണുന്നില്ല. മുകളിലുണ്ടാവും എന്തായാലും, മുകളിലേക്ക് എത്തുമ്പോ ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു, ഒരു ഡമ്മി ഉണ്ടാക്കി വെച്ചൊരു ആന ഉണ്ടായിരുന്നു, പോയി നോക്കി. അടുത്ത എയർപിൻ എത്താനായില്ല. ഇത് 2 എണ്ണാണോ അത്?
രണ്ടെണ്ണാണോ അത്? അപ്പൊ ചെറിയ ചെറിയ ബെൻഡാണ് കാണിക്കുന്നത്. ഇവിടെ കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ വീതി കൂട്ടിയവര് സൈഡൊക്കെ കെട്ടി ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്, വീതി കൂട്ടിയിട്ട്. വീതി കോൺക്രീറ്റ് ചെയ്ത് കാണുന്നത്, ഇതൊക്കെ കോൺക്രീറ്റ് ആണ്. നമ്മളെ എയർപിൻ ബെൻഡ് 3 എത്തിയിട്ടാ. ഇതാണ് 3. ബസ്സിന് വളയ്ക്കാൻ അത്രയും ബെൻഡ് ഇട്ട എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വണ്ടികൾക്ക് അയ്യോ നോ പാർക്കിംഗ് നിൽക്കുന്നല്ലോ. അപ്പൊ ഇവിടെ സൈഡിലൊക്കെ ഉണ്ടായി കുരങ്ങന്മാരൊക്കെ ഇവിടെ. ഇവിടെയൊക്കെ ഫുള്ള് വേസ്റ്റ്. മൊത്തം കേറി ഉണ്ടോ കുരങ്ങന്മാര്? ലോറീന്റെ മുകളിൽ കയറി ഉണ്ടോ? കണ്ടില്ല? ആ ലോറീന്റെ മുകളിലൊക്കെ കയറി. മരത്തിന്റെ മുകളിൽ മരത്തിന്റെ മുകളിലതാ. മരത്തിനൊക്കെ മറ്റേത് മറ്റേ മലയിലുണ്ടാവും. കണ്ടോ ഇങ്ങനെ ഉണ്ട്. വേണ്ട ഓ എന്താലേ നമുക്ക് നല്ല വലിയൊരു എന്താ പറയാ കരിങ്കല്ല് നോക്കിയാ കല്ല്. ചെവി കടയാൻ തുടങ്ങിയില്ലേ? നല്ല കാലാവസ്ഥയല്ല ഇവിടെ. ഇപ്പൊ ചൂട് പോയി. പക്ഷെ ചെവി 2 ചെവി അടഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്നും കേൾക്കൂല. ഇവിടെ പണി നടക്കുന്നുണ്ടല്ലോ. ഇവിടെ പണി നടക്കുന്നുണ്ടോ? അതൊരു കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ആക്കാനാവുന്നുണ്ട്. ഇവിടെ കുഴിയുണ്ട്. നമ്മളെ ഇത് മുകളിലെത്തണം. കുറച്ചുകൂടെ പോയാല് ആ മുകളിൽ കൂടെ വണ്ടി പോണ കാണാം. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കാണോ കർണാടകയ്ക്കാണോ പാസ് ചെയ്യാ? ഇവിടുന്ന് കർണാടകയ്ക്കും പോവാ, തമിഴ്നാട്ടിലേക്കും പോവാം. ആ ചെക്ക് പോസ്റ്റിന്റെ പേരെന്താ? നമ്മള് നേരെ ചെന്ന് കഴിഞ്ഞാല് മാനന്തവാടി ആ ഭാഗത്തൊക്കെ ഗുണ്ടൽപേട്ട അങ്ങനെ ആ ലൊക്കേഷൻ. ഗുണ്ടൽപേട്ട ചെക്ക് പോസ്റ്റ് അല്ലേ? അതാണ് തോന്നുന്നത്. തമിഴ്നാട്ടിലേക്കും പോവാം നമുക്ക്.
ഗൂഡല്ലൂരിക്കൊക്കെ പോവാം. ഇവിടുന്ന് ഗൂഡല്ലൂർ ടച്ച് ചെയ്തിട്ട് അങ്ങനെ പോവാം. ഇതല്ലേ ലാസ്റ്റ്? അപ്പൊ അതാണ് കേട്ടോ ലാസ്റ്റ് എയർ പിന്നെ ലാസ്റ്റ് മുടിക്കുത്ത് മുടിക്ക് കിട്ടുന്ന എയർ പിന്നാണ്. നമ്മള് 9ാമത്തെ എയർപിന്നിന്റെ മുകളിൽ കേറിട്ടോ. കാണുന്നുണ്ടോ? അവിടെ വണ്ടി അതാ നല്ല ദൂരെ ഉണ്ടോ? താഴേന്ന് വാഹനം കേറി വരുന്നത്. നല്ലൊരു പച്ചപ്പ് നോക്കിയാണ്. അതിന്റെ കുറച്ച് മുകളിലേക്കായിട്ട് വാഹനം കേറി വരുന്നത് കാണുന്നുണ്ടോ? അവിടെയാണ് അതാ ബസ് കയറി വരുന്നത് കാണാം. അത്രയും താഴത്തുനിന്നാണ് കേട്ടോ വണ്ടി കയറി വരുന്നത്. ഞങ്ങളിപ്പോൾ ഏറ്റവും മുകളിലെത്തി. എങ്ങനെയുണ്ട് കണ്ടോ? ഈ വാഹനം അതിലിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. കണ്ടോ? കാണുന്നുണ്ടോ? ഞാൻ സൂമാക്കി തരാം കേട്ടോ. ഉണ്ടോ? അതാ താഴത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ടോ? വയനാട് ചുരം അടിപൊളി. അപ്പം അതാ ഒരുപാട് ആ താഴത്തേക്ക് കണ്ടോ, ഒരുപാട് നന്ന താഴെ നമ്മുടെ അടിവാരം ആണ് കാണുന്നത് കേട്ടോ. ഏറ്റവും അടിയിൽ കാണുന്നുണ്ടോ? ഇത് കരിന്തണ്ടൻ സ്മാരകമാണ്. കരിന്തണ്ടൻ ഇതാണ് ബ്രിട്ടീഷുകാർക്ക് അന്ന് വഴി കാണിച്ചു കൊടുത്ത ആളാണ് കേട്ടോ. നമ്മുടെ ഈ വയനാട് ചുരം വഴി കാണിച്ചു കൊടുത്ത ആളാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? 1700-നും 1750 കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ.
താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവായ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയതാണ് ചെയ്തത്. മൂപ്പൻ്റെ ആത്മാവ് ചങ്ങലിൽ കുടികൊള്ളുന്നു. ചങ്ങല കാണുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.